വെൽക്കം ബാക്ക് എറർ ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഓൾഡ് യൂട്യൂബേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ആണ്, അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ റെയ്സ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിംഗ്, അങ്ങനെ കുറച്ച് ഓൾഡ് യൂട്യൂബേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴും അവർ ഫ്രീ ഫയറിൻ്റെ അകത്ത് ഗെയിമിൻ്റെ അകത്ത് ആക്റ്റീവ് ആണോ അതോ കളിയൊക്കെ നിർത്തിപ്പോയോ, അക്കൗണ്ട് സെയിൽ ചെയ്തോ, എങ്ങനെയാണെന്നെല്ലാം ഗൈസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനം തന്നെ നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ എല്ലാവരും സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹിപ്സ്റ്റർ ഗെയിമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പം 30 ദിവസമായിട്ട് അക്കൗണ്ടിൽ കയറിയിട്ടില്ല. ഓക്കെ, 30 days ago എന്നാണ് കാണിക്കുന്നത്. ഗൈസ് ഇത് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ടാണ്. ഗൈസ് ഈ ഒരു അക്കൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ് നമുക്ക് ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല. കാരണം BR ബ്രോൺസ് ആണ്, അതുപോലെ തന്നെ ഇതും ബ്രോൺസ് ആണ്. ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് UIDയും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയതാണ്, പക്ഷേ അല്ല കറക്റ്റ് UID ആണ്. 15,000 സംതിങ് ലൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ റാങ്ക് നോക്കിയാൽ കാണാം. BR റാങ്ക്ഡ് ബ്രോൺസ് ആണ്. അതുമാത്രമല്ല BR റാങ്ക്ഡ് 7 വട്ടം ഹീറോയ്ക്കൊക്കെ അടിച്ചിട്ടുള്ള ആളും കൂടെ ആയിരുന്നു. ഓക്കെ ഗൈസ്, നേരത്തെയൊക്കെ യൂട്യൂബിൽ നല്ല ഒരു യൂട്യൂബർ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ഗൈസ് ഇപ്പോൾ തീരെ ഗെയിം പ്ലേ ഇല്ലെന്ന് നമുക്ക് ഓവർവ്യൂ നോക്കുമ്പോൾ കാണാം. റോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പം ആൾ തീരെ ആക്റ്റീവ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് രണ്ടാമത്തെ അക്കൗണ്ട് വരുന്നത് ഗെയിമിംഗ് വിത്ത് മാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം അതിൻ്റെ പേര് CG മാസ്ക് എന്നൊക്കെയാണ്. ഗൈസ് ഈ ഒരു അക്കൗണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ് നല്ല ആക്റ്റീവ് ആണെന്ന്. കാരണം 2 മണിക്കൂർ 2 hours ago എന്നാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ആളിറങ്ങിയിട്ട് 2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കിഡിലും പ്രൊഫൈലാണ്. മറ്റേ പ്രൈം 8 കാര്യങ്ങളൊക്കെ ആണ്. ലെവല് 803 ലെവലാണ്. അപ്പം 110K ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ BR റാങ്ക് പറയുകയാണെങ്കിൽ Diamond 2, അതുപോലെ CS ആണെങ്കിൽ Diamond 4 ആണ് കിടക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് കണ്ടാലറിയാം നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, നമുക്ക് AWM ഇവോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാമെങ്കിൽ പുള്ളി നല്ലോണം ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആണ്. ഗൈസ് നമുക്ക് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ സ്കൂളും പുള്ളി കളിക്കുക ക്ലാഷ് സ്ക്വാഡാണ്. ഓക്കെ, ഗെയിമിങ് 36 വട്ടം, അതുപോലെ തന്നെ വിന്ന് 20 വട്ടം, എലിമിനേഷൻ പിന്നെ 134 വട്ടം. ഓക്കെ ആണെങ്കിൽ നമുക്ക് റോൾ നോക്കുകയാണെങ്കിൽ റഷ്യർ 23 വട്ടം, ബൈസൺ ആണ്. ഓക്കെ, ലൈഫർ നോക്കുകയാണെങ്കിൽ M100, അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല. CS നോക്കാം ഗൈസ്. ഓക്കെ, റഷ്യർ 42, റീഫില്ലർ നമുക്ക് നോക്കുകയാണെങ്കിൽ 60, ഹെഡ് ഷോട്ട് 28, AK-47 ആണ്. ഓക്കെ, അപ്പോൾ സ്കിഡിലൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അക്കൗണ്ടിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈം ലെജൻഡ് ആണ്. ഓക്കെ, നമ്മുടെ AJ ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ AJ ഗെയിമിനെ അറിയാത്തതായിട്ട് ആരുമില്ല. ഈ ഒരു അക്കൗണ്ട് നല്ല ആക്റ്റീവാണ്. മാത്രമല്ല എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ച എനിക്ക് UIDയും കാര്യങ്ങളൊക്കെ മാറിപ്പോയതാണ്. പക്ഷേ നമ്മൾക്ക് പിന്നെയാണ് അറിയാൻ സാധിച്ചത് AJ ഗെയിമിങ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന്. എന്നാലും ഗൈസ് ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. നിങ്ങൾക്ക് മുമ്പ് കണ്ടുപോലെ തന്നെ 2 മണിക്കൂർ ആയതുള്ള അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലാഷ് സ്ക്വാഡ് Diamond 4 ആണ്. Diamond 4 ആണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ BR റാങ്ക്ഡ് ഹീറോയ്ക്കാണ്. ഓക്കെ, അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കണമെങ്കിൽ സ്കിഡിലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഗൈസ് കൂടുതലും ക്ലാഷ് സ്കോഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലേ സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയി. സ്കൂളിലും BR റാങ്ക്ഡാണ് കളിക്കുന്നത്. CS നമുക്ക് റഷ്യർ UMP ആണ്. റൈഫിൽ 96 കിലും, ബോംബർ 9 കില്ലും കാര്യങ്ങളൊക്കെയാണ്. CS വരുമ്പോഴും ബോംബർ 18 കിലും, റൈഫലർ 22 കില്ലും, റഷ്യർ MP5 24 കില്ലും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ള ഒരു കിഡിലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെ AJ ഗെയിമിങ്ങിനെ അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ AJ ഗെയിമിങ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതല്ല ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് പ്രൈം 8 ആണ്. ഓക്കെ, അപ്പം 46,230 ലൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ കിഡിലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പം എന്തായാലും അക്കൗണ്ട് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അക്കൗണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് ഇറങ്ങിയ ഇൻസ്റ്റാ ഗെയിമറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് അക്കൗണ്ട് കാണുമ്പോഴേ അറിയാൻ കഴിച്ചാൽ ഒന്നുകൂടെ കാണിച്ചു തരാം.
30 ഡേയ്സ് എഗോ ആണ്. ഓക്കെ, ഇപ്പം ഈ അക്കൗണ്ട് വലിയ ആക്റ്റീവോ കാര്യങ്ങളൊന്നുമല്ല. അതാണ്ട് നമുക്ക് റാങ്ക് നോക്കുമ്പോൾ തന്നെ കാണാം ബ്രോൺസ് 1 ആണ്. അപ്പം അതല്ല മുമ്പേ ഒക്കെ നല്ല ആക്റ്റീവായിരുന്ന ഒരു യൂട്യൂബറും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, ഇപ്പം 123K ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ BR 20 വട്ടം ഹീറോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ CC 9 വട്ടം ഹീറോയ്ക്കും അടിച്ച ഒരാളാണ് ഈ സിൽസ്റ്റാർ ഗെയിമർ. ഇപ്പം ഗൈസ് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വെച്ച അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടും കാര്യങ്ങളൊന്നും സെയിൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുയ്യ പാസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ബുയ്യ പാസുകൾ എടുത്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, മിക്ക ബുയ്യ പാസുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അടുത്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ റെയ്സ്റ്റാൻ്റെ അക്കൗണ്ടാണ്. ഓക്കെ ഗൈസ്, 2 days എഗോ ആണ്. ഓക്കെ, ഇപ്പം ഗൈസ് നല്ല ആക്റ്റീവ് ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CS സിൽവറാണ്, അതുപോലെ തന്നെ BRM സിൽവറാണ്. ഇപ്പം നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, ഹാക്കർ എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1194K ലൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. ഓക്കെ, റീസ്റ്റാറിനെ അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. ട്രൈ ബ്രദേഴ്സാണ് ഈ ഗിൽഡൊക്കെ. 5 ലെവലാണ്, 52 പ്ലേയേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇതിൻ്റെ റോഡ് നോക്കണമെങ്കിൽ ഇപ്പോൾ അധികം ഒന്നും കളിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ. അതുപോലെ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാർട്ട് 2 എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ.